welcome to Sami's classroom. നമ്മൾ ഇന്ന് ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റിന്റെ രണ്ട് പാർട്ട് വീഡിയോ ഓൾറെഡി ചെയ്താണ്. ഇത് മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് ഒരു കറണ്ട് ക്യാരി കണ്ടക്ടറിന്റെ അടുത്ത് വെക്കുന്ന ഒരു മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോളിന്റെ ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പം ഒന്ന് ഈസ്റ്റിലോട്ടും മറ്റേത് വെസ്റ്റിലോട്ടും ഡിഫ്ലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി ഈസ്റ്റിലോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പറയുന്നതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് ഇപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും. അതായത് ഇപ്പം ക്ലോക്ക് ഇങ്ങനെയല്ലേ 12 അപ്പം ഇങ്ങനെ, അതായത് ക്ലോക്കിന്റെ ഡയറക്ഷൻ പോലെയാണ്. ഇറ്റ് ഇസ് എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഈസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി വെസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ഇസ് ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ആ ഒരു ഐഡിയ കൂടെ മനസ്സിലാക്കി കേട്ടോ. ഈസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ക്ലോക്ക്, അപ്പൊ ഇതിങ്ങനെ വരും ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ. ക്ലോക്ക് വൈസ് അല്ലാതെ ഇങ്ങനെ വരും. ഇങ്ങനെയല്ലേ ക്ലോക്ക് പോണത്, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആന്റി ആയിട്ട് വരും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ മനസ്സിലാക്കിയിരിക്കുക. ഈസ്റ്റ് ആണെങ്കിൽ ക്ലോക്ക് വൈസ്, വെസ്റ്റ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്. നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞതെന്ന് വെച്ചാല് ഇത് എന്താണ്, കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ അടുത്ത് വെക്കുന്ന മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോളിന്റെ ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച്. സോ അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സോളിനോയിഡ് ആണ്. സോളിനോയിഡ് എന്താണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോളിനോയിഡ് ഈസ് ദ ഇൻസുലേറ്റഡ് വയർ വൂണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് ഹെലിക്സ്. ഹെലിക്സ് ഷേപ്പിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന ഒരു ഇൻസുലേറ്റഡ് വയറിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇപ്പം സോളിനോയിഡ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിനകത്തൊക്കെയാണെന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ച കാര്യമാണ്. ഞാനിത് പറഞ്ഞ സമയം കളയുന്നില്ല. ഓക്കെ, സോളിനോയിഡ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിനകത്താണ്. അപ്പം ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ഇൻ വിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ക്രിയേറ്റഡ് ബൈ യൂസിങ് ദ ഇലക്ട്രിസിറ്റി. അപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിനകത്താണ് നമ്മൾ സോളിനോയിഡ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ സോളിനോയിഡ് നമുക്ക് എന്താണ്, നമ്മൾ പറഞ്ഞു മാഗ്നറ്റ്. അപ്പം ഈ സോളിനോയിഡ് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഒരു കണ്ടക്ടർ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു, ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പൊ ഇതിനകത്താണ് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന വയറാണ് സോളിനോയിഡ്. അപ്പൊ ഈ സോളിനോയിഡ് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ആക്ട് ആയിട്ട് ടെമ്പററി മാഗ്നറ്റ് ആയിട്ട് അത് ആക്ട് ചെയ്യും. അപ്പൊ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് പൊളാരിറ്റി ഉണ്ടായിരിക്കും അല്ലെ, അതിന് പോൾസ് ഉണ്ടായിരിക്കും, നോർത്ത് പോളും സൗത്ത് പോളും. ഇനി സോളിനോയിഡിന്റെ പൊളാരിറ്റി നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതിന് മുമ്പായിട്ട്, അപ്പം അതൊരു ടോപ്പിക്കാണ് സോളിനോയിഡിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്, ഒരു എന്താണ്, ഇപ്പം ഈ ഡയറക്ഷനിലാണ് കറണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈസ്റ്റ് ആണ് വെസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ചുമ്മാ പറയുകയാണ്, ഇവിടെ ഈസ്റ്റിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ ഇത് മാഗ്നറ്റിക് നീഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലൂടെ പോകുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അതായത് ഈ കോയിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, വയറിന്റെ അകത്തേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഇത് ഡയറക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്? മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്കറിയാം. ഇനി ഒരു കണ്ടക്ടറിനകത്ത്, അപ്പം കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. സച്ച് ടൈപ്പ് ഓഫ് കണ്ടക്ടേഴ്സ് ഓർ മാഗ്നറ്റ് ആർ നോൺ ആസ് ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ പറഞ്ഞു. സോ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആയിട്ടാണ്. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോർത്ത് പോളിന്റെ ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ ആണ് പഠിച്ചത്. ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ആണ്. അതായത് കണ്ടക്ടറിന് ചുറ്റും പോണ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ആണ്. അതായത് ഈസ്റ്റിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻ ടു ദ കോയിൽ ആയിരിക്കും. അതായത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഈസ്റ്റ് ആണ് ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ കോയിലിന്റെ അകത്തോട്ടായിരിക്കും. ഇങ്ങനെ കറങ്ങിയല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്ന കോയിലിന്റെ അകത്തോട്ടായിരിക്കും.
ഇനി വെസ്റ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ അത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം അതെന്ന് പറയുന്നത് ഔട്ട് ഫ്രം ദ കോയിലായിരിക്കും. ഇത് എന്തിന്റെ ഡയറക്ഷനാണ് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. സച്ച് ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ഈസ് നോൺ ആസ് ദ ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പൊ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നോർത്ത് പോൾ ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും ഒക്കെ ഡിഫ്ലക്ട് ചെയ്യും. ഈസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ആണ്, വെസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇനി ക്ലോക്ക് വൈസ് ആണ്, അതായത് ഈസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കോയിലിനകത്തോട്ടായിരിക്കും. വെസ്റ്റിലേക്കാണ്, ആന്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കോയിലിൽ നിന്നും പുറത്തോട്ടായിരിക്കും. ഇറ്റ് ഈസ് ഔട്ട് ഫ്രം ദ കോയിലായിരിക്കും, കോയിലിൽ നിന്ന് വെളിയിലോട്ടായിരിക്കും. മനസ്സിലായല്ലോ അല്ലെ? ആ ഒരു ഐഡിയയും കൂടെ മനസ്സിലാക്കി വെക്കുക. So in this topic we are discussing about the direction of magnetic field lines around a current carrying conductor. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ക്ലിയർ ആയിട്ടും ഒരു കഥ കണക്കങ്ങ് പഠിച്ചു. അതായത് ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആയിട്ടാണ് അല്ലെ? ഇനി മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പം ഇതിന്റെ ഇടയിൽ ഒരു മാഗ്നറ്റിക് നീഡിൽ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നോർത്ത് പോൾ ഈസ്റ്റിലേക്കോ വെസ്റ്റിലേക്കോ ഒക്കെ ഡിഫ്ലക്ട് ചെയ്യും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് എങ്ങനെയാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡ് തമ്മിൽ ഉപയോഗിച്ച്. സോ അപ്പൊ ഡിഫ്ലക്ട് ചെയ്യുന്നത് ഈസ്റ്റിലോട്ടാവാം വെസ്റ്റിലോട്ടാവാം. ഈസ്റ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷൻ ആണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. വെസ്റ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇനി ഈസ്റ്റിലോട്ടാണ് ഈ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലേ, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? അതായത് ഇൻ ടു ദ കോയിലായിരിക്കും. ആ കോയിലിന്റെ അകത്തോട്ട് ഇങ്ങനെ കറങ്ങിയായിരിക്കും. ഇനി നേരെ വെസ്റ്റിലോട്ടാണ് ഈ മാഗ്നറ്റിക് നീഡിന്റെ നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യുന്നത്, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്ന ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇറ്റ് ഈസ് ഔട്ട് ഫ്രം ദ കോയിൽ. ഈ കോയിൽ നിന്ന് പുറത്തോട്ടായിരിക്കും. അപ്പൊ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ കോയിലിനകത്തോട്ടായിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ കോയിലിന് പുറത്തോട്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? സോ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആയിട്ട്, അതായത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇനി ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ താഴെ നമ്മളൊരു മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നോർത്ത് പോള് ഈസ്റ്റിലോട്ടോ വെസ്റ്റിലോട്ടോ ഒക്കെ ഡിഫ്ലക്ട് ചെയ്യും. ഈസ്റ്റിലോട്ട് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, വെസ്റ്റിലോട്ട് ആണെന്നുണ്ടെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി ഈസ്റ്റിലോട്ടാണ് മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കോയിലിന്റെ അകത്തോട്ടായിരിക്കും. അവിടെ ഉള്ള കണ്ടക്ടറിന്റെ ആ കോയിലിന്റെ അകത്തോട്ടായിരിക്കും. ഇനി വെസ്റ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഔട്ട് ഫ്രം ദ കോയിൽ, കോയിലിന് പുറത്തോട്ടായിരിക്കും. അപ്പൊ ഈ ഒരു ഐഡിയയും കൂടെ മനസ്സിലാക്കിയിരിക്കാം. ഇനി നമുക്ക് സോളിനോഡിലേക്ക് പോവാം. അവിടെ പറഞ്ഞു എന്താണ് സോളിനോഡ് എന്ന് പറയുന്നത്? സോളിനോഡ് ഈസ് ആൻ ഇൻസുലേറ്റഡ് വയർ വൂണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് ആൻ ഹെലിക്സ്. ഹെലിക്സ് ഷേപ്പിൽ വൂണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, ചുറ്റി വെച്ചിരിക്കുന്ന ഒരു ഇൻസുലേറ്റഡ് വയറിനെയാണ് നമ്മൾ സോളിനോഡ് എന്ന് പറയുന്നത്. അപ്പൊ സോളിനോഡ്, അപ്പം ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ, എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. സോ സച്ച് ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ഈസ് നോൺ ആസ് ദ ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട് സോളിനോഡിലൂടെ അല്ലേ? അപ്പം ഇലക്ട്രോ മാഗ്നറ്റിലാണ് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത്. സോ അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ സോളിനോഡ് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇറ്റ് വിൽ ആക്ട് ലൈക്ക് എ ടെമ്പററി മാഗ്നറ്റ്. സോ അപ്പൊ മാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പൊളാരിറ്റി കാണും. അതിന് നോർത്ത് പോളും സൗത്ത് പോളും കാണും. ഇനി ഏതാണ് അതിന്റെ നോർത്ത് പോള്, ഏതാണ് അതിന്റെ സൗത്ത് പോൾ എന്നാണ് നമ്മൾ പറയാൻ പോണത്. അതായത് ഇത് പറഞ്ഞു ഈസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, വെസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇനി ക്ലോക്ക് വൈസ് ഇപ്പം സോളിനോഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുമല്ലോ, ഇങ്ങനെ കറങ്ങി ഇരിക്കും. അപ്പൊ ഈ ഒരു എൻഡ്, സോളിനോഡിന്റെ ഒരു എൻഡ് ഇതാണ്, മറ്റേ എൻഡ് ഇതാണ്. അപ്പൊ ഒരു എൻഡിനകത്ത് കറണ്ട് പാസ് ചെയ്യുന്നത് ഈസ്റ്റിലോട്ടും മറ്റേ എൻഡില് കറണ്ട് പാസ് ചെയ്യുന്നത് വെസ്റ്റിലോട്ടും ആയിരിക്കും. ഈസ്റ്റിലോട്ട് പാസ് ചെയ്യുന്ന പറഞ്ഞാല് ക്ലോക്ക് വൈസ്, വെസ്റ്റിലോട്ട് പാസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാല് ആന്റി ക്ലോക്ക് വൈസ് ആണല്ലോ. ഒരു എൻഡില് സോളിനോഡിന്റെ ഈസ്റ്റിലോട്ടായിരിക്കും. അപ്പൊ ഈസ്റ്റ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആണ്, വെസ്റ്റ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്.
അപ്പൊ ഈസ്റ്റിലോട്ട് ഇത് കറണ്ട് പോകുമ്പോൾ അതെന്ന് പറയുന്നത് അവിടുത്തെ എന്താണ്, അവിടുത്തെ സൗത്ത് പോളാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, നോർത്ത് പോളാണ്. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സോളിനോട് എന്ന് പറയുമ്പോൾ കറങ്ങി കറങ്ങിയിരിക്കുന്നത്, ഹെൽത്ത് ഷേപ്പിൽ ചുറ്റി വെച്ചിരിക്കുന്ന ഒരു വയറാണ്. അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൗത്ത് പോളും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുന്ന അവിടുത്തെ നോർത്ത് പോളുമാണ്. ആ ഒരു ഐഡിയ മനസ്സിലാക്കിയിരിക്കുക. ഇത് നമ്മുടെ ഫിഗറിക് റെപ്രസെന്റേഷൻ ആയിട്ട് ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പം ഇങ്ങനെയാണ്, ഇങ്ങനെ അല്ലേ. ഇങ്ങനെ നമ്മൾ അപ്പൊ ഇത് എസ് കണക്കില്ല, ഇങ്ങനെ വരച്ചു വെക്കുമ്പോ സൗത്ത് പോളാണ് ക്ലോക്ക് വൈസ്. ഇങ്ങനെ ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഇത് വരച്ചു നോക്കുമ്പോ എങ്ങനെയാ, ഈ ആരോ മാർക്ക് സെയിം അല്ല. അപ്പം അത് എൻ പോലെ. അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകണമെന്നുണ്ടെങ്കിൽ സൗത്ത് പോൾ ആയിരിക്കും. ഈ ജസ്റ്റ് ഫിഗർ മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നോർത്ത് പോൾ ആയിരിക്കും. സോ ഇൻ ദിസ് വേ വി ക്യാൻ ഫൈൻഡ് ദ പൊളാരിറ്റി ഓഫ് ദ സോളിനോയിഡ്. ഇനി എന്താണ് ഒരു സോളിനോയിഡും ഒരു ബാർ മാഗ്നറ്റ്? ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ മാഗ്നറ്റ് അല്ലേ. സാധാരണ മാഗ്നറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? അതായത് ഒരു ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു സാധാരണ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതൊരു പെർമനന്റ് മാഗ്നറ്റ് ആണ് അല്ലേ. അതായത് അതിപ്പം പെട്ടെന്ന് നമുക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊടുക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. നാച്ചുറൽ ആയിട്ടുള്ള ബാർ മാഗ്നറ്റ് ആണ്. സോ ബാർ മാഗ്നറ്റ് ഇസ് എ പെർമനന്റ് മാഗ്നറ്റ്. ബട്ട് സോളിനോയിഡ് ഇറ്റ് വിൽ ആക്ട് ലൈക്ക് എ ടെമ്പററി മാഗ്നറ്റ്. അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് സോളിനോയിഡ് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതൊരു ടെമ്പററി മാഗ്നറ്റ് ആണ്. ഇനി ബാർ മാഗ്നറ്റ് പെർമനന്റ് ആണ്, സോളിനോയിഡ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ഇനി ഈ ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. അപ്പം അതിനകത്ത് വീക്ക് മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് സാധാരണ മാഗ്നറ്റിക് ഫീൽഡേ ഉള്ളൂ. പക്ഷേ സോളിനോയിഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ പവർ കൂട്ടുന്നതനുസരിച്ച് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കുറയുകയോ ചെയ്യും. അപ്പൊ നമ്മൾ ഇതിലൂടെ ഇഷ്ടം പോലെ ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വലുതായിരിക്കും. ചെറിയ ആവശ്യത്തിന് ചെറിയ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. സോളിനോയിഡിൽ ഉണ്ടാകുന്നത് വലിയ മാഗ്നറ്റിക് ഫീൽഡാണ്. അതായത് ഇലക്ട്രിസിറ്റിയുടെ പവർ അനുസരിച്ച് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. പക്ഷെ ഒരു ബാർ മാഗ്നറ്റിനകത്ത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് ഉള്ളത്, ഒരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡാണ് ഉള്ളത്. സോ ബാർ മാഗ്നറ്റ് ഇറ്റ് ഈസ് എ പെർമനന്റ് മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് ഇറ്റ് ഈസ് എ ടെമ്പററി മാഗ്നറ്റ്. ബാർ മാഗ്നറ്റ് എന്താണ്? ബാർ മാഗ്നറ്റിന് വീക്ക് മാഗ്നറ്റിക് ഫീൽഡാണ്, സോളിനോയിഡിന് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇനി എന്താണ് ബാർ മാഗ്നറ്റിന്റെ പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ബാർ മാഗ്നറ്റിന്റെ ഒരെണ്ണം എപ്പോഴും നോർത്ത് പോളും ഒരെണ്ണം സൗത്ത് പോളും ആയിരിക്കും. പൊളാരിറ്റി ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈ നോർത്ത് പോൾ എടുത്ത് സൗത്ത് പോൾ എടുത്ത് നോർത്ത് പോൾ നോക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നേരെ സോളിനോയിഡിൽ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ പറഞ്ഞു കറണ്ട് ഈസ്റ്റിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ സൗത്ത് പോളും കറണ്ട് വെസ്റ്റിലോട്ടാണ് പോകണമെങ്കിൽ നോർത്ത് പോളും ആണ്. സോളിനോയിഡിന്റെ പൊളാരിറ്റി നമുക്ക് മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റാൻ പറ്റും? കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റി കൊടുത്താൽ പോലെ. ഇപ്പൊ ഇവിടെ ഈസ്റ്റിലേക്ക് പോകുന്നതുകൊണ്ടാണ് അവിടെ സൗത്ത് പോളായത്. നേരെ ഇവിടെ മറിച്ച് ഇവിടെ വെസ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിലോ അത് നോർത്ത് പോളാണ്. അപ്പൊ നമുക്ക് സൗത്തിനെ നോർത്ത് ആക്കാനും നോർത്തിനെ സൗത്ത് ആക്കാനും പറ്റും. ഇവിടെ വെസ്റ്റിലേക്ക് പോയതുകൊണ്ടാണ് നോർത്ത് പോളായത്. നേരെ മറിച്ച് അവിടെ ഈസ്റ്റ് ആക്കിയിരുന്നെങ്കിലോ അവിടെ സൗത്ത് പോൾ. അപ്പൊ നോർത്തിനെ സൗത്തും സൗത്തിനെ നോർത്തും ആക്കാൻ പറ്റും. എവിടെ? ഒരു സോളിനോയിഡിനകത്ത്. അതായത് സോളിനോയിഡിന്റെ പൊളാരിറ്റി നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ബാർ മാഗ്നറ്റ് ഇങ്ങനെ പറ്റുമോ? ഇതെടുത്തിപ്പുറത്തും മറ്റേടത്തിപ്പുറത്തും വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് സോളിനോയിഡിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? ബൈ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റി കഴിഞ്ഞാൽ സോളിനോയിഡിനകത്ത് ഉണ്ടാവുന്ന എന്താണ് പൊളാരിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഒരു സോളിനോയിഡും ഒരു ബാർ മാഗ്നറ്റും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ്. അതായത് ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെർമനന്റ് മാഗ്നറ്റ്, സോളിനോയിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെമ്പററി മാഗ്നറ്റ്. പിന്നെ എന്താണ് ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വീക്ക് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്, സോളിനോയിഡ് എന്ന് പറയുമ്പോൾ അത് സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. ഇനി ബാർ മാഗ്നറ്റിന്റെ പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, സോളിനോയിഡിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും ബൈ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഇനി സോളിനോയിഡ് എന്ന് പറയുമ്പോൾ സോളിനോയിഡിന്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാനായിട്ട് അതായത് ഇത് അതിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം. നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ കൂടും. പിന്നെ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിസിറ്റിയുടെ അല്ലെ, അതായത് ഇത് യൂസ് സോഫ്റ്റ് അയൺ കോർ,
ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ടാക്കാൻ പറ്റും. അവിടെ ഉണ്ടാകുന്ന ഏരിയ, ആ സോഫ്റ്റ് അയൺ, ഇതിനകത്തൊരു അയൺ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള സോളിനോയിഡിന്റെ പവർ കൂടും. ഈ അയണിന്റെ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ സോളിനോയിഡിന്റെ പവർ കൂടും. അത് ഇതിനകത്ത് ഈ കറക്കുന്നതിന് ചുറ്റലിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ, ടേൺസിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാലും സോളിനോയിഡിന്റെ പവറൊക്കെ കൂടും. സോ ഇതാണ് സോളിനോയിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ സോളിനോയിഡ് എന്ന് നമ്മൾ പറഞ്ഞു, ഒരു ഇൻസുലേറ്റഡ് വയർ ആണ്. ഇറ്റ് ഈസ് വൗണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് ഹെലിക്സ്. പിന്നെ അതിന്റെ പൊളാരിറ്റി ഈസ്റ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ സൗത്ത് പോള്, വെസ്റ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നോർത്ത് പോള്. അപ്പോൾ ഈ ഫിഗറിക് റെപ്രസെന്റേഷൻ നമ്മളിങ്ങനെ പറയും. പിന്നെ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. സോളിനോയിഡിനകത്ത് ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോളിനോയിഡിന്റെ ഇലക്ട്രിസിറ്റിയുടെ ആ ജനറേഷനൊക്കെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. സോ ഇതാണ് സോളിനോയിഡായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്